ഇത് ബേലൂര് ചെന്നകേശവ ക്ഷേത്രവും ഹലേബീഡിലെ ഹോയ്സാലേശ്വര ക്ഷേത്രവും ഒക്കെ പണിയുന്നതിന് മുമ്പേ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. നേരെ കാണുന്നതാണ് മഹാലക്ഷ്മി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടുവാതിക്കലൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപമാണ് ഈ കാണുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ബേലൂരിൽ നിന്നും ദൊഡ്ഡഗഡ്ഡവള്ളിയിലേക്കുള്ള ബസ്സിലാണ്. കർണാടകയിലെ ഹസൻ ജില്ലയിൽ ബേലൂരിൽ നിന്നും 25 കിലോമീറ്ററും ഹലേബീഡിൽ നിന്നും 16 കിലോമീറ്ററും ദൂരത്തിലാണ് ദൊഡ്ഡഗഡ്ഡവള്ളി എന്ന മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ദൊഡ്ഡഗഡ്ഡവള്ളിയിലെ അതിമനോഹരമായ ശ്രീ മഹാലക്ഷ്മി ദേവീ ക്ഷേത്രമാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. ഞാൻ ഹൈവേയിൽ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിറങ്ങിയ ശേഷം അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇപ്പം ഈ ദൊഡ്ഡഗഡ്ഡവള്ളിയിൽ വന്നിരിക്കുകയാണ്. അങ്ങ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഓട്ടോറിക്ഷ പോകുമെങ്കിലും ഞാൻ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പതുക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 120 രൂപയാണ് ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചത്. ഞാൻ 150 രൂപയും കൊടുത്തു. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 150 200 ആവും ഇത്രയും വരെ വരാനായിട്ട്. ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എന്നുവെച്ചാൽ തിരിച്ചു പോകാൻ വണ്ടി കിട്ടുകയെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് കുറച്ച് സമയം എടുക്കും, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫോൺ നമ്പറും ഒക്കെ മേടിച്ചിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തെത്താറായെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒരു സ്കൂളാണ്, LP സ്കൂളാണിത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഞാൻ ഹലേബീഡിൽ നിന്നും തിരിച്ച് ബേലൂരെത്തി. ബേലൂരിൽ നിന്ന് ഇന്ന് രാവിലെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാണ് ഇപ്പോൾ ദൊഡ്ഡഗഡ്ഡവള്ളിയിൽ എത്തിയിരിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ പകർത്താൻ സാധിച്ചിട്ടില്ല. തിരിച്ച് ഞാൻ എന്തായാലും നടന്നാണ് പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാം മൊത്തത്തിൽ വിജനമാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കും. കാണുന്നതൊക്കെ വീടുകളൊക്കെയാണ്. അവിടെ എവിടെയും ചില കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ശ്രീ മഹാലക്ഷ്മി ദേവീ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. എൻ്റെ ഗേറ്റിൻ്റെ വാതിക്കലാണ് ഈ നിൽക്കുന്നത്. നേരെ കാണുന്നതാണ് മഹാലക്ഷ്മി ക്ഷേത്രം. ഇതിലൊരു ചേട്ടൻ ഒരു ഓട്ടോറിക്ഷയിൽ വീട്ടുപകരണങ്ങൾ വിൽക്കാനുള്ള ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഒരു ചെറിയ മൈക്കിൻ്റെ അകത്തൂടെയാണ് അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറി. ഈ ക്ഷേത്രവും ഹോയ്സാല രാജവംശത്തിലെ വിഷ്ണുവർദ്ധന രാജാവിൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. പക്ഷേ അദ്ദേഹമല്ല ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ഒരു വജ്ര വ്യാപാരിയായിരുന്ന കൽഹന റാവുതയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹജാദേവിയും ചേർന്നാണ്. 1113 ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ബേലൂര് ചെന്നകേശവ ക്ഷേത്രവും ഹലേബീഡിലെ ഹോയ്സാലേശ്വര ക്ഷേത്രവും ഒക്കെ പണിയുന്നതിന് മുമ്പേ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടുവാതിക്കലൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപമാണ് ഈ കാണുന്നത്. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ ഈ ക്ഷേത്രം കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് രസമാണ് ഈ ക്ഷേത്രം കാണാനായിട്ട്. ആ പാടെ ഇവിടുത്തെ ഈ ശാന്തത ഭഞ്ജിക്കുന്ന ഒരേ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഈ കിളികൾ ചിലയ്ക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ അണ്ണാൻ കരയുന്നതിൻ്റെയും ഒക്കെ സൗണ്ടാണ്. അതൊക്കെ പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം മൊത്തത്തിൽ ഒന്നും കൂടെ കൂട്ടുന്നതേ ഉള്ളൂ. നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാണ് എനിക്ക് ഈ കിളികൾ കരയുന്നത് വണ്ണാൻ ചിലയ്ക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് തോന്നിയത്. നമ്മളിത് ഈ മണ്ഡപത്തിൻ്റെ അകത്തോട്ട് കയറി. കുറേ തൂണുകളിലാണ് ഈ മണ്ഡപം നിൽക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഇവിടെയും മേൽക്കൂര ഉൾപ്പെടെ കല്ലിലാണ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഈ വൃത്തത്തിൻ്റെ അകത്ത് കാണുന്ന കുതിരപ്പുറത്തിരിക്കുന്നത് ഹനുമാന്റെ അമ്മയായിട്ടുള്ള അഞ്ജനാദേവിയാണെന്നാണ് ഇവിടുത്തെ വാച്ചറായിട്ടുള്ള ഏട്ടൻ പറഞ്ഞു തന്നത്. ഈ വൃത്തത്തിൽ കാണുന്നത് കുബേരനാണെന്നാണ് പറഞ്ഞത്. ഇത് പക്ഷേ കുറച്ച് ഡാമേജ് ആണ്. ഇത് അഗ്നിദേവനാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് യമധർമ്മനാണ്.
യമധർമ്മനും അദ്ദേഹത്തിൻ്റെ പത്നി ശ്യാമളാദേവി എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ കൽമണ്ഡപത്തിൻ്റെ അകത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് ഇറങ്ങി ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം. പിരമിഡൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഗോപുരങ്ങളെല്ലാം. നമ്മൾ ബേലൂരും ഹലേബീഡും കണ്ട ക്ഷേത്രങ്ങളിലൊന്നും മുകളിൽ ഇത്തരത്തിൽ ഗോപുരങ്ങളില്ലായിരുന്നു. വിമാനങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. ആ വിമാനങ്ങളെല്ലാം തകർന്നു പോയിരുന്നു. ബേലൂർ മാത്രം 2 ഉപദേവതാ പ്രതിഷ്ഠകളുടെ മുകളിൽ വലിയ കുഴപ്പമില്ലാതെ ആ ഗോപുരങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും ഉപദേവതാ പ്രതിഷ്ഠകളുടെ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും ഈ ഗോപുരങ്ങളെല്ലാം നല്ല പക്കായിട്ട് ഇരിപ്പുണ്ട്. പിരമിഡൽ ഷേപ്പിലാണ് ഈ ഗോപുരങ്ങൾ ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഹലേബീഡിലും ബേലൂരെയും കണ്ട ക്ഷേത്രങ്ങളിലെ നിന്ന് ഇതിനെ വ്യത്യാസപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് വെറും സാധാരണ നിലത്തുനിന്നാണ് തറ കെട്ടിപ്പൊക്കി ക്ഷേത്രം പണിതിരിക്കുന്നത്. പക്ഷേ ഹലേബീഡിലും ബേലൂരും ഉയർത്തിക്കെട്ടിയ ജഗതി എന്ന് പറയുന്ന ഉയർത്തിക്കെട്ടിയ ഏതാണ്ട് 6 അടി പൊക്കമുള്ള വിശാലമായ തറയുടെ മുകളിൽ നിന്നാണ് ക്ഷേത്രം തറ കെട്ടി പിന്നെ പണിതിരിക്കുന്നത്. ഇവിടെ പക്ഷേ താഴെ നിലത്തുനിന്ന് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകം മുഴുവനും പാറക്കല്ല് വാകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ പാറക്കല്ല് ചുമ്മാ വാകിയേക്കുമല്ല, ഇതൊരു സൈഡിലോട്ട് ചെരിച്ച് ചെറിയ സ്ലോപ്പിട്ടാണ് വാകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊന്നും പെയ്ത് വെള്ളമൊന്നും ഒരു തുള്ളി പോലും ഇതിനകത്ത് കെട്ടി നിൽക്കുകയില്ല. എല്ലാം മതിലിൻ്റെ സൈഡിൽ കൂടെ ഒലിച്ചു പോകാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ ആകെ 9 പ്രതിഷ്ഠകളാണുള്ളത്. ശ്രീ മഹാലക്ഷ്മിയെ കൂടാതെ വേറെ 8 പ്രതിഷ്ഠകളും കൂടിയുണ്ട്, ഉപപ്രതിഷ്ഠകളും കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വോളിൻ്റെ 4 മൂലയ്ക്കുമായിട്ട് നമ്മൾ മുമ്പേ കണ്ടു 4 ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ അകത്തെല്ലാം ഓരോ ഉപദേവതകളുണ്ട്. ഇത് ഇവിടുത്തെ ക്ഷേത്ര കുളം എന്ന് പറയാൻ പറ്റിയല്ല, ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ വിശാലമായിട്ടുള്ള ഒരു തടാകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ നന്നായിട്ട് പെയ്തുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് കലങ്ങിയാണ് കിടക്കുന്നത്. 4 മൂലകളിലുള്ള ഓരോ ഉപദേവതാ പ്രതിഷ്ഠകൾ കൂടാതെ കാലഭൈരവനും ക്ഷേത്രത്തിന് പുറത്തായിട്ട് കാലഭൈരവൻ്റെ ചെറിയൊരു ക്ഷേത്രവും ഉണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ കൂടാതെ ഭദ്രകാളിയും ശിവനും മഹാവിഷ്ണുവും അങ്ങനെ 3 പ്രതിഷ്ഠകളും കൂടിയുണ്ട്. അങ്ങനെ 9 പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിൽ ആകെ കൂടെ ഉള്ളത്. അമ്പലത്തിൻ്റെ നടയൊക്കെ ഓൾറെഡി അടച്ചു കേട്ടോ. ഞാനിങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ പൂജാരിയെ കണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ അധികം ആൾക്കാർ തൊഴാനൊന്നും വരാറില്ലാത്തതുകൊണ്ട് നടയൊക്കെ നേരത്തെ അടയ്ക്കും. ഞാൻ 9 മണിയായപ്പോൾ വന്നതാണ്. പക്ഷേ പുള്ളി പറഞ്ഞ് 8:30 ആയപ്പോഴത്തേക്കും തന്നെ നടയൊക്കെ അടച്ചു. പക്ഷെ അമ്പലം അടച്ചിട്ടില്ല, നട അടച്ചെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കയറി തൊഴുതോ എന്ന് പുള്ളി പറഞ്ഞു. ഈ അമ്പലത്തിൻ്റെ ഗേറ്റിന് അങ്ങോട്ട് കയറുന്നതിൻ്റെ തൊട്ട് വലത് സൈഡിലായിട്ട് ആ മതിലിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ ഇപ്പം ഞാനിങ്ങോട്ട് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇവിടെ ഒരു ടെമ്പററി വാച്ചറുണ്ട്. പുള്ളിയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ആ പുള്ളി വന്നായിരുന്നു, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുകയൊക്കെ ചെയ്തായിരുന്നു. ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടുത്തെ എല്ലാ ഗോപുരങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഈ നേരെ കാണുന്ന ഈ ഗോപുരം, അതാണ് പ്രധാന ശ്രീകോവിലിൻ്റെ മുകളിലുള്ള ഗോപുരം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരേ ഒരു ഗോപുരം. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ കൊത്തുപണികളും ഒക്കെ കുറേ വ്യത്യാസമുണ്ട് ബാക്കിയുള്ളതിൻ്റെ അകത്തുനിന്നുള്ളതിൽ. ഈ കാണുന്ന പ്രധാന ഗോപുരത്തിൻ്റെ മുകളിൽ മുൻപിലായിട്ട് ഈ ഹോയ്സാല രാജവംശത്തിൻ്റെ രാജചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് ഹോയ്സാല രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള സാലൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിംഹത്തിനെ കുത്തിക്കൊല്ലുന്നതിൻ്റെ ശില്പമാണ് ഇവരുടെ രാജചിഹ്നം. ബേലൂരും ഹലേബീഡും ഒക്കെ നമ്മൾ ചെന്നപ്പം കണ്ടിടത്തോളം കൊത്തുപണികളും ശില്പങ്ങളും ഒന്നും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തും ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ ലളിതമായിട്ട് പണിതിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുതന്നെയാണ് ഈ ലാളിത്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതും. കുറേ കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. ശരിക്കും ഈ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഹലേബീഡ് പോയിട്ട് തിരിച്ച് ബേലൂർ വന്ന് തങ്ങിയതുമൊക്കെ. പക്ഷെ അതൊന്നും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഞാൻ ഹലേബീഡിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ശാന്തമായിട്ടുള്ള
വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. പക്ഷേ അവിടെ അത് കണ്ടതിനേക്കാട്ടിലും ഒരു 10 ഇരട്ടി ഭംഗിയും ശാന്തതയും ഒക്കെ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നുന്നുണ്ട്. ബേലൂരും ഹലേബീഡും ഒക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ ബേലൂരും ഹലേബീഡും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ദൊഡ്ഡഗഡ്ഡവള്ളിയിലെ ക്ഷേത്രം കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ അവസാന നിമിഷമാണ് ഇങ്ങോട്ട് വരാനും ഈ ക്ഷേത്രം കാണാനും ഒക്കെ സാഹചര്യം ഉണ്ടായത്. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ മഴ പെയ്യുകയില്ലായിരിക്കും. ഈ കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു രാജവംശമാണ് ഈ ഹോയ്സാല എന്ന് പറയുന്നത്. കർണാടകയുടെ മുഴുവൻ ഭാഗവും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കുറച്ച് ഭാഗങ്ങളും ചേർന്നതായിരുന്നു ഏറ്റവും പ്രതാപ കാലഘട്ടത്തിൽ ഈ ഹോയ്സാല എംപയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ കൽമണ്ഡപത്തിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന സ്റ്റെപ്പാണ്. ഇത് നമ്മൾ കയറി വരുമ്പം ഇടത് സൈഡിലുള്ള ഉപദേവതയാണ്. ഞാൻ പറഞ്ഞു ക്ഷേത്രമതിലിൻ്റെ 4 മൂലയ്ക്ക് ഓരോ ഉപദേവതയുണ്ടെന്ന്. അതിൽ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ഉപദേവതാ പ്രതിഷ്ഠയാണ്. ഇത് ഞാൻ മുമ്പേ കാണിച്ചു തന്നതാണ് ഹോയ്സാലന്മാരുടെ രാജചിഹ്നം. സിംഹമായിട്ട് യുദ്ധം ചെയ്യുന്ന സാലൻ എന്ന് പറയുന്ന ഹോയ്സാല രാജവംശം സ്ഥാപിച്ച രാജാവ്. മഴക്കാർ നല്ലവണ്ണം കയറി വരുന്നുണ്ട്. മഴ ഉടനെ തന്നെ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടയൊക്കെ കയ്യിലുണ്ട്. എന്നാലും ഇവിടുത്തെ മഴയ്ക്ക് ഇവിടെ കൂടുതൽ നല്ല കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നനയാനാണ് സാധ്യത. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ മുകളിൽ കയറി ഒന്ന് എടുക്കുന്നതാണ് ഈ വീഡിയോ. ഇത് നമ്മൾ ഈ കൽമണ്ഡപത്തിൻ്റെ അകത്തൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കയറി വന്നത്. ഇതിവിടെ ഒരു ഫലകമാണ്. കന്നഡയിൽ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഇതിലിങ്ങനെ ഇപ്പോൾ 2-3 വട്ടമായി പ്രതിഷ്ഠം വെക്കുന്നു. ഇത് മറ്റൊരു ഉപദേവതാ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് മൂലയ്ക്കുള്ളത്. അതിൻ്റെ അകത്തും പ്രതിഷ്ഠയൊന്നുമില്ല. ഇതിൻ്റെ വാതിക്കൽ കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ നേരത്തെ ഉണ്ടായിരുന്നത് എന്തിൻ്റെ ആയിരുന്നെന്നാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മുമ്പേ കണ്ട തടാകത്തിലോട്ട് ഇറങ്ങാനുള്ള ഗേറ്റാണ്. ഇത് 4 മൂലയിലുള്ള മറ്റൊരു ഉപദേവതാ പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രം കുറേ ഉള്ളിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാലഭൈരവ ക്ഷേത്രം. ഇതിൻ്റെ അകത്തും പ്രതിഷ്ഠയൊന്നുമില്ല. ഇതിൻ്റെ അകത്തെ പ്രതിഷ്ഠയൊക്കെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രതിഷ്ഠ ഇപ്പോൾ ബാംഗ്ലൂർ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെയൊക്കെ ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഇത് രക്ഷപ്പെട്ട് നിന്നിരുന്നെങ്കിലും ഇവിടെയും ആരെങ്കിലുമൊക്കെ ആക്രമണകാരികൾ എത്തിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന പല പ്രതിഷ്ഠകളും നശിപ്പിക്കപ്പെട്ടതും എടുത്ത് മാറ്റപ്പെട്ടതുമൊക്കെ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്കൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും ആരും ഒന്നും അടിച്ചുകൊണ്ട് പോകാനുള്ള യാതൊരു സാധ്യതയില്ല. മുഴുവൻ കല്ലിലാണ് പരിപൂർണമായിട്ടും പണിതിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ തല്ലിപ്പൊട്ടിച്ചും മറ്റും നശിപ്പിക്കാതെ നോക്കിയാൽ മാത്രം മതി. ഇതിപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിന് വീണ്ടും ഒരു പ്രദക്ഷിണം വെച്ച് വന്നു. ഇവിടെ ഒരു ശിലാലിഖിതം കാണുന്നുണ്ട്. ഈ മൂലയിലുള്ള ക്ഷേത്രത്തിൻ്റെ അകത്തും പ്രതിഷ്ഠയൊന്നുമില്ല, അതുമൊക്കെ എടുത്ത് മാറ്റപ്പെട്ടു. ഇതിൻ്റെ അകത്തും ഇരിപ്പുണ്ട് ഒരു ശിലാലിഖിതം. എല്ലാം കന്നഡയിലാണ്, വളരെ പുരാതനമായിട്ടുള്ള ശിലാലിഖിതങ്ങളാണ്. എന്നാന്ന് വായിക്കാൻ നമുക്കറിയാൻ വയ്യ. ഇതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷനൊക്കെ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ വല്ലതും എഴുതി വെച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു നമുക്ക്.
വെളിച്ചം നല്ല മങ്ങലാണ്. സൂര്യനെ ഒരു ശകലം പോലും കാണാൻ മേലാത്ത അവസ്ഥയാണ്. ചെറിയ ഒരു ചന്ദ്രനെ കാണുന്ന പോലെ ആണ് സൂര്യനെ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്തും കുറച്ച് മങ്ങലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്രത്തിന് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ വാതിലിൽ കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ നേരെ ആദ്യം കയറി വരുന്നത് ഒരു വലിയ ഹാളിലോട്ടാണ്. ഇതിവിടെ ഒരു പാതുക ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. ആരുടെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ നേരെ കാണുന്നതാണ് ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ. കിഴക്ക് ഭാഗത്തായിട്ടാണ് ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ. ഇതിൻ്റെ കട്ടളയിലൊക്കെ നല്ല, കട്ടളയല്ല, വാതിലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നിറച്ച് കുത്തുമണികളൊക്കെ ഉണ്ട്. അതിൻ്റെ നേരെ എതിർവശേ കാണുന്നത്, അഥവാ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രതിഷ്ഠ മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെയാണ്. ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ അതേ വാതിലിൻ്റെ മുകളിലെല്ലാം ധാരാളം കുത്തുമണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പ്രതിഷ്ഠയുടെ മുമ്പിൽ വാതിലുകളൊന്നുമില്ല. ഇതൊരു വലിയ കളഭക്കട്ടയാണ്. വലുതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പത്തിലുള്ള കളഭക്കട്ടയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു കളഭക്കട്ട. ഒരു ഹാളിൻ്റെ തന്നെ 4 ഭാഗത്തായിട്ടാണ് ഈ 4 പ്രതിഷ്ഠകളും. ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇതിനും വാതിലൊന്നുമില്ല. മഹാവിഷ്ണുവിൻ്റെ താഴെ ഗരുഡനെയും കാണാം. ഇവിടെ ശരിക്കും കുറേ നാൾ ഇവിടെ പ്രതിഷ്ഠയൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഈ ആരുടെയൊക്കെയോ പടയോട്ടക്കാലത്ത് എടുത്തു മാറ്റപ്പെടുകയോ നശിപ്പിക്കുകയോ ചെയ്യപ്പെട്ടായിരുന്നു. അതിന് ശേഷം പിന്നീട് എപ്പോഴോ കൊണ്ടുവച്ച ചെറിയൊരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. താഴെ ഗരുഡനെയും നമുക്ക് കാണാം. ഇത് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ്. ഇതിന് മാത്രം വാതിലൊക്കെ ഉണ്ട്. വാതിൽ ഉണ്ടെന്ന് മാത്രമല്ല, വാതിൽ അടച്ചിട്ടുമുണ്ട്, താഴ്ത്ത് പൂട്ടിയിട്ടുമുണ്ട്. ഇത് ഭദ്രകാളിയുടെ ദ്വാരപാലകരാണ്. 2 വേതാളങ്ങളാണ്. വേതാളത്തിൻ്റെ ഈ നെഞ്ചിൻ്റെ അവിടെ താഴെയായിട്ടൊരു ചെറിയ തുളയുണ്ട്. അത് ഇതിന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇവിടുത്തെ വാച്ച്മാൻ ഇപ്പം എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ മുമ്പേ ഒന്ന് ഇതിൻ്റെ അകത്തെല്ലാം വന്ന് കയറി കണ്ടിട്ട് ലൈറ്റൊക്കെ തന്നതാനായിട്ട് കണ്ടിട്ട് ഇറങ്ങി പോയതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പം വാച്ച്മാൻ വന്ന് വീണ്ടും ലൈറ്റൊക്കെ ഇട്ട് തന്ന് ഇപ്പം ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ കയറിയതാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ 4 പ്രതിഷ്ഠകളും. മഹാലക്ഷ്മി, അതിന് നേരെ എതിർവശെ ശിവൻ, ഇപ്പുറത്ത് മഹാവിഷ്ണു, അതിൻ്റെ നേരെ എതിർവശെ ഭദ്രകാളി. വാതിലിൻ്റെ ഇടയിൽ കൂടെ, അഴിയുടെ ഇടയിൽ കൂടെ മൊബൈൽ അകത്ത് കയറ്റി പിടിച്ചാണ് ഈ വീഡിയോ ഇപ്പം ഭദ്രകാളിയുടെ നടയിൽ എടുത്തിരിക്കുന്നത്. വാച്ച്മാൻ വന്ന് ലൈറ്റൊക്കെ ഇട്ട് തന്നെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല ഇരുട്ടാണ്, ഭയങ്കര മങ്ങലാണ്. വർത്താനം പറയുന്നതിനൊക്കെയാണ് ഭയങ്കര എക്കോയുമാണ്. വെന്റിലേഷനുകളൊക്കെ തീരെ കുറവാണ്. ഇത് നമ്മൾ മുമ്പേ കണ്ട വേതാളമാണ്. ഭയങ്കര ഭീകര രൂപത്തിലുള്ളതാണ്. വേതാളത്തിൻ്റെ ഈ 6-ാം വാരിയുടെ അടിയിൽ കറുത്ത കളറിലൊരു തുളയുണ്ട്, പൊട്ടുപോലെ. അത് ശ്വാസം എടുക്കാനുള്ളതാണെന്നാണ് വാച്ച്മാൻ പറഞ്ഞു തന്നത്. വേതാളത്തിൻ്റെ ശില്പം പണിത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വേണമെന്നാണ്. ഭദ്രകാളിയുടെ നടയിൽ ഈ ചെറിയ ശില്പം ഒരു സ്ത്രീ ശില്പമാണ്. ഇത് നാഗകന്യകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് വിഷകന്യകയും. ഭദ്രകാളിയുടെ നടയുടെ 2 വശത്തായിട്ടുമാണ് ഇവർ ഉള്ളത്.
ഈ വേതാളത്തെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പേടി തോന്നും. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും. അത്രയ്ക്കും ഭീകര രൂപം തന്നെയാണ് ഇത്. ഐരാവതമാണ്. ഐരാവതത്തിൻ്റെ മുകളിൽ ഇന്ദ്രനും ഇന്ദ്രാണിയാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു തന്നത്. ഇത് ശിവപാർവതിമാർ നന്ദിയുടെ മുകളിൽ ഇരിക്കുന്നതാണ്. ഇതെല്ലാം സീലിങ്ങിലാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കുത്തിവെച്ചിരിക്കുന്നത്. ഇത് മഹാകാളിയുടെ പാതുകമാണ്. ഇത് ഗണപതിയാണ്. ഇത് അഗ്നിദേവനും അദ്ദേഹത്തിൻ്റെ പത്നി സ്വാഹാദേവിയും എന്നാണ് പറഞ്ഞു തന്നത്. ഇത് മാലിക് കഫൂറിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. അമ്പലത്തിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. 2-3 എണ്ണം ഉണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് എടുത്ത് ചാചി വെച്ചിട്ടുണ്ട്. ഇത് നൈരുതി നിരാവതി ദമ്പതികളാണെന്നാണ് പറഞ്ഞു തന്നത്. ഇത് വരുണദേവനും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. ഇത് കുബേരനും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. ഇത് വാസ്തു എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല ആരാണെന്നുള്ളത്. ഇത് നടരാജനാണ്, രുദ്രവീണ വായിക്കുന്ന ശിവൻ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ നാഗകന്യകയും അപ്പുറത്തെ സൈഡിൽ വിഷകന്യകയാണ്. ഇനി ഈ ഭദ്രകാളിയുടെ നടയുടെ മോള് ഭാഗത്തായിട്ട് കാണുന്ന ഇത് കാളിയുടെ ശിരസാണ്. അതിൻ്റെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായിട്ട് കാണുന്നത് ശാകിനിയും ഡാകിനിയും എന്നാണ് പറഞ്ഞത്. ഇതെനിക്ക് പുതിയ അറിവാണ് ഇങ്ങനെ 2 കഥാപാത്രങ്ങളെക്കുറിച്ച്. ബാലരമയിൽ പിന്നെ ഡാകിനിയെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ട്. ഇത് സുംഭനെയും നിസുംഭനെയും വധിക്കുന്ന ഭദ്രകാളി ദേവിയുടെ ശില്പമാണ് ഈ കുത്തിവെച്ചിരിക്കുന്നത്. അത്ര അങ്ങോട്ട് പക്കായല്ല, കുറച്ചൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളും കൂടെ ഈ വാച്ച്മാൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ എനിക്കെല്ലാം ഒന്നും ഓർത്തെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഞാൻ പതുക്കെ ക്ഷേത്രത്തിന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന വാച്ച്മാൻ ചേട്ടൻ ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും കൂടെ ചെയ്യാം. പലാഷ് നേത്ര പലാഷ് ടെമ്പററി സെക്യൂരിറ്റി ഗാർഡ്. നമ്മുടെ വാച്ച്മാൻ ചേട്ടൻ്റെ പേര് പലാഷ് എന്നാണ്. അദ്ദേഹം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ടെമ്പററി സെക്യൂരിറ്റി ഗാർഡ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി വന്ന വഴിയാണ്. ഇവിടുന്ന് ഞാൻ വന്ന വഴിയല്ല, വേറൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. കർക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിടത്തോളം 8 കിലോമീറ്റർ ഇല്ല, ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ഹൈവേയിലോട്ട് നടക്കാനായിട്ട്. വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നടക്കണ്ടേ. അവിടെ ചെന്നാൽ അവിടുന്ന് ബസ് കിട്ടും. അവിടെ ബസ്സൊക്കെ നിർത്തും. അവിടുന്ന് ബസ് കിട്ടുമെന്നാണ് ഇവിടെ ഈ ക്ഷേത്രത്തിനടുത്തുള്ള 1-2 ചേട്ടന്മാർ ഇപ്പോൾ അവിടെ കാണാൻ വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ലോക്കലായിട്ട് പരിചയപ്പെട്ട 1-2 ചേട്ടന്മാർ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വീടുള്ളവരാണ്. എനിക്ക് ലിഫ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഹൈവേ വരെ. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇതേ നമ്മൾ വെളിയിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ട്. ഇതിപ്പോൾ എനിക്ക് ആ ലിഫ്റ്റൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ചേട്ടന്മാരുടെ വീടാണ്. ഇതെല്ലാം ഇവിടെയുള്ള വീടുകളാണ്. ചെറിയ അഗ്രഹാരം പോലെയാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. തൊട്ട് അടുപ്പിച്ച് നിറച്ച് വീടുകളാണ്. വീടിനിടയിൽ കൂടിയാണ് വഴി. അമ്പലത്തിൻ്റെ പുറകിലായിട്ട് നമ്മൾ മുമ്പേ ഒരു തടാകം കണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ അങ്ങോട്ടാണ് ഞാനിപ്പം പോകുന്നത്. ഈ വഴി നേരെ അങ്ങോട്ട് തടാകത്തിൻ്റെ അങ്ങോട്ടാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഈ ചേട്ടന്മാരാണ് എനിക്ക് ലിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞത്. നമ്മളിത് തടാകത്തിൻ്റെ അടുത്തെത്താറായി. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട തടാകം. ഇനിയിപ്പം ഞാൻ തിരിച്ച് ഹൈവേയിലോട്ട് നടക്കുകയാണ്. കർക്കര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കർക്കര വരെ ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട്, കാഴ്ചകൾ മുഴുവൻ ഒന്നും നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുകയില്ല, വീഡിയോ കണ്ടവാനും നീണ്ടു പോകുന്നുള്ളതുകൊണ്ട്. എന്നാലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച്
ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് സൈഡിലും കാണുന്നതെല്ലാം ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ്. ഈ ഗ്രാമത്തിൽ കൂടെ നടന്ന് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് പോവാന്നുള്ളൊരു ഇതുകൊണ്ടാണ് നടക്കാന്ന് വെച്ചത്. കാണുന്നതാണ് ഞാൻ പോയ അമ്പലം. കൃഷി സ്ഥലമാണ്. എന്ത് കൃഷിയാണെന്ന് ഇവിടെ അറിയാൻ പറ്റില്ല. ഇവിടെ കൂടുതലായിട്ടും ഞാൻ കണ്ടത് ഇഞ്ചി, മത്തൻ, തെങ്ങ്, കവുങ്ങ്. ഇതെന്തോ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ഉഴുതിട്ടിരിക്കുന്നതാണ്. ഇഞ്ചി കൃഷിയാണ്. ഇഞ്ചിയാണ് ഇവിടെ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അങ്ങനെ ഇന്നത്തോടുകൂടി കർണാടകയിലെ എൻ്റെ 10-15 ദിവസമായിട്ടുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനി മടങ്ങുവാണ് ഇവിടുന്ന്. അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.